ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. എല്ലാവർക്കും നല്ലൊരു റമദാൻ മാസം ആശംസിക്കുകയാണ്. അപ്പോൾ ഈ റമദാനിൽ ഒരു സ്പെഷ്യൽ റെസിപ്പി ഇതുപോലെ വൈകുന്നേരം 3:15 നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൂടി നമ്മുടെ ഈ 3:15 ഇടുന്ന ഈ റെസിപ്പിയുടെ കൂടെ ഉണ്ടാവും. അത് ഞാൻ വരും ദിവസത്തിൽ പറയുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല സ്പെഷ്യൽ റെസിപ്പി ആയിരിക്കും 3:15 ഉണ്ടാവുന്നത്. എല്ലാവരും ഒന്ന് മറക്കാതെ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടേക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള റെസിപ്പികളൊക്കെ ആയിരിക്കും വരും ദിവസങ്ങൾ ഉണ്ടാകുന്നത്. കഴിയുന്നതും എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. ഇന്നത്തെ റെസിപ്പി നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ഈ ഫ്രൂട്ട് മിക്സർ റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു 1/2 ലിറ്റർ അളവിൽ പാൽ ചേർത്ത് കൊടുക്കാം. വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പാൽ നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. നമ്മളിതാ വെച്ച് കൊടുത്ത പാലൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് ഇതുപോലെ 2 സ്പൂൺ നിറയെ കസ്റ്റേർഡ് പൗഡറും കൂടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂണോളം കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഈ കസ്റ്റേർഡ് പൗഡർ വളരെ പെട്ടെന്ന് 1 മിനിറ്റിനുള്ളിൽ വീട്ടിലെങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്നുള്ള റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് വന്നിട്ട് പിണ്ട് കമൻ്റായിട്ട് കൊടുത്തിരിക്കാം. വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ കുറച്ച് കസ്റ്റർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആ കസ്റ്റർഡ് പൗഡറിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സ് ചെയ്ത നമ്മുടെ കസ്റ്റേർഡ് മിക്സും കൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതായത് ഒരുപാട് കട്ടിക്കല്ല നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഒരുപാട് കട്ടിക്കുള്ള കസ്റ്റേർഡ് പൗഡർ ആണെന്നുണ്ടെങ്കിൽ റെഡിമെയ്ഡായിട്ട് വാങ്ങുമ്പോഴത്തേക്ക് അത് അറിയാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അളവിൽ മാത്രം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. കസ്റ്റേർഡ് പൗഡറും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കണം. നന്നായിട്ട് നമ്മുടെ ഈ പാലൊക്കെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിൻ്റെ കറക്റ്റ് കട്ടി എത്രയ്ക്കാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതിനുശേഷം കുറവാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ പാലൊക്കെ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ നമ്മളിതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മുടെ കസ്റ്റേർഡ് മിക്സ് എല്ലാം നന്നായിട്ട് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും കട്ടിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അതായത് നമ്മൾ സാധാരണ കസ്റ്റേർഡ് ഫുഡ് തയ്യാറാക്കുന്നത് പോലെ അത്രയും കട്ടിക്ക് എടുക്കരുത്. ഇതുപോലെ ഈ ഒരു ലൂസായിട്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ആ ഒരു മധുരം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ കുറച്ച് മാത്രം ഒരു 1/4 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും കുറച്ച് നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ആ നട്ട്സൊക്കെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ പിസ്ത ഉണ്ടെങ്കിൽ പിസ്ത ചേർക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ബദാമോ അണ്ടിപ്പരിപ്പോ കപ്പലണ്ടിയോ നമ്മുടെ കയ്യിൽ ഏത് നട്ട്സാണ് ഉള്ളത് അത് തന്നെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ കസ്റ്റേർഡ് പൗഡറിൻ്റെ നല്ലൊരു വാനിലയുടെ ഫ്ലേവറാണ്. അതിൻ്റെ പേരിൽ ഞാൻ പിന്നീട് ഇനി വേറെ ഒന്നും ചേർക്കുന്നില്ല, വേറെ ഫ്ലേവർ ഒന്നും ചേർക്കുന്നില്ല. അങ്ങനെ ഫ്ലേവർ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2-3 ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഈ പഞ്ചസാരയൊക്കെ നല്ല രീതിയിലൊന്ന് അലിഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുപ്പിച്ചെടുക്കണം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാൻ. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒട്ടും ചൂടില്ലാത്ത രീതിയിൽ വേണം നമ്മളിത് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ബൗൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ബൗളിലേക്ക് ഫസ്റ്റ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരേ ഒരു പഴം മാത്രമാണ്. അതായത് ഞാനിപ്പോൾ റോബസ്റ്റ പഴമാണ് എടുത്തിട്ടുള്ളത്. പകരം നമുക്ക് ചെറുപഴമായാലും കുഴപ്പമൊന്നുമില്ല. നേന്ത്രപ്പഴം എടുക്കേണ്ട, ചെറുപഴവും റോബസ്റ്റ പഴവും നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഒരൊറ്റ പഴം മതി കേട്ടോ, കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് കുറച്ച് മാമ്പഴം കൂടി. അതായത് ഒരു മാമ്പഴമേ എടുത്തിട്ടുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മാമ്പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സപ്പോട്ടയും കൂടിയാണ്. ഞാനിപ്പോൾ 2 സപ്പോട്ട എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ സപ്പോട്ട ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ സപ്പോട്ടയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം പുളിപ്പില്ലാത്ത ഫ്രൂട്ട്സ് വേണം ചേർക്കാനായിട്ട്. അതായത് ഈ പൈനാപ്പിളും മുന്തിരിയും ഓറഞ്ചൊന്നും ചേർക്കണ്ട. കാരണം നമ്മളിത് പാല് തയ്യാറാക്കുന്നതിൻ്റെ പേരിൽ പുളിപ്പായിട്ടുള്ള ഒന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടില്ല. കൂടെ തന്നെ ഒരു 5 ഈന്തപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വീട്ടിൽ മിക്കവാറും കാണുന്നതാണ് ഈന്തപ്പഴം കൂടി. അപ്പോൾ ഒരു 5 ഈന്തപ്പഴം അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം അതും കൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു സ്മാഷർ വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം. അതായത് നമ്മൾ മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ നിൽക്കരുത്. ഇതുപോലൊരു സ്മാഷർ വെച്ചിട്ട് വേണം നമ്മൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാനായിട്ട്. ഇതുപോലെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് നമ്മളൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര തന്നെ മതിയാവും. ഞാൻ പറഞ്ഞതുപോലെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം എന്നുള്ള ആവശ്യമില്ല. മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്ത് കളയരുത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരേ ഒരു ക്യാരറ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. സാധാരണ നമ്മുടെ ഗ്രേറ്ററിൽ വെച്ചിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ചീകി എടുക്കാവുന്നേ ഉള്ളൂ. ഒരേ ഒരെണ്ണം മാത്രം മതിയാവും, മീഡിയം സൈസിലുള്ള ഒരെണ്ണം. അപ്പോൾ ആ ക്യാരറ്റും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു ആപ്പിളും കൂടി. അപ്പോൾ ആപ്പിൾ എപ്പോഴും ലാസ്റ്റ് ചേർത്താൽ മതിയാവും. നന്നായിട്ട് ഇത് സ്മാഷ് ചെയ്യണമെന്നുള്ള ആവശ്യമില്ല. ഇതിങ്ങനെ തന്നെ കുട്ടി കുട്ടി പീസായിട്ട് കിടന്നോളും. അപ്പോൾ ആപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിത് ഫ്രൂട്ട് മിക്സഡ് ജ്യൂസാണ്, അതിൻ്റെ പേരിലാണ് നമുക്ക് ഇത്രയും ഫ്രൂട്ട്സൊക്കെ ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒരുപാടൊന്നും ആവശ്യമില്ല. അങ്ങനെ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സ് കൂടിയാണ്. അപ്പോൾ അത് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിൽ ഒന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ സാധാരണ റൂം ടെമ്പറേച്ചറിലുള്ള തണുപ്പ് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഫ്രൂട്ട്സിൻ്റെ തണുപ്പ് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ല തണുത്തിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഐസ് വാട്ടർ ചേർക്കരുത്, ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല സൂപ്പറായിട്ട് നമുക്കിത് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിക്സഡ് ഫ്രൂട്ട് ജ്യൂസ് ആയിരിക്കും എന്ന്. ഉറപ്പായിട്ടും ഫ്രൂട്ട്സും കസ്റ്റർഡ് പൗഡറൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നല്ല സ്പെഷ്യൽ ടേസ്റ്റിലാണ് ഈ ജ്യൂസ് കിട്ടുന്നത് കേട്ടോ. ഒരൊറ്റ ഗ്ലാസ് മാത്രം മതിയാവും ദാഹവും വിശപ്പും ഒക്കെ മാറാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെല്ലാവരും മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.